Fifth problem. A 250 mm wide RC beam with 400 mm effective depth is reinforced with 3 numbers of 20 mm diameter bars of Fe415 grade steel. The beam is provided with 8 mm diameter 2-legged vertical stirrups at 150 mm center to center as shear reinforcement, and one of the longitudinal bars is bent up at 45 degree nearer to the support as per IS 456-2000. Determine the design strength of the section in shear if the concrete used is of M20 grade. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു സെക്ഷൻ്റെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഷിയറിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ റിവേഴ്സാണ് ചെയ്യുന്നത്. മറ്റേ ഡിസൈൻ ചെയ്യുന്നു, ഇതിലെല്ലാ സാധനങ്ങളും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബീമിൻ്റെ വിഡ്ത്ത് തന്നു. B = 250 mm, D = 400 mm, അല്ലേ? എഫക്റ്റീവ് ഡെപ്താണ് തന്നത്, അപ്പോൾ സ്മോൾ ലെറ്റർ D ആണ് 400 mm. പിന്നെ 3 numbers of 20 mm diameter bars of Fe415 grade steel. അപ്പോൾ ടെൻഷൻ സ്റ്റീൽ തന്നിട്ടുണ്ട്. ടെൻഷൻ സോണിൽ 3 റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 20 mm ഡയമീറ്ററിൻ്റെ. ഓക്കെ, AST അതാണോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ഫുള്ളൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് AST എത്രയാണെന്നുള്ളത് നമുക്ക് പറയാം. The beam is provided with 8 mm diameter 2-legged vertical stirrups at 150 mm center to center as shear reinforcement. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 8 mm ഡയമീറ്റർ ബാറാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട്, അതായത് സ്റ്റിറപ്പായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 8 mm ഡയമീറ്റർ ബാർസ് 2-legged സ്റ്റിറപ്സ് ആണ്. ഓക്കെ, 2-legged സ്റ്റിറപ്പാണ്, അതായത് റെക്റ്റാങ്കുലർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 ലെഗ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ASV എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാം, അല്ലേ? ആ സ്റ്റിറപ്പിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്സ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. 2 ലെഗ് ഉള്ളതുകൊണ്ട് 2 × ഒരു ലെഗിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ π × 8² / 4 എന്നുള്ളതാണ്. അപ്പോൾ 2 × π × 8² / 4 ചെയ്യുമ്പോൾ നമുക്ക് ASV ഇവിടെ കിട്ടും. ഇവിടെ സ്പേസിങ് 2-legged vertical stirrups at 150 mm center to center എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് സ്പേസിംഗ് ആണ്. സ്പേസിംഗ് എന്ന് പറയുന്നത് 150 mm ആണ്. ഓക്കെ, അപ്പോൾ SV എന്ന് പറയുന്ന ടേം, വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ കേസിൽ SV എന്ന് പറയുന്ന ടേം 150 mm ആണ്. ഓക്കെ, ഇനി ഒരു ഡീറ്റെയിലും കൂടി തന്നിട്ടുണ്ട്. 1 of the longitudinal bars. അപ്പം 3 ബാറുണ്ട് മെയിനായിട്ടുള്ള, അല്ലേ? 20 mm ഡയമീറ്ററിൻ്റെ 3 ബാർ ടെൻഷൻ സോണിലൂടെ പോകുന്നുണ്ട്. And one of the longitudinal bars is bent up at 45 degree nearer to the support as per IS 456-2000. അപ്പോൾ അതിൽ ഒരു ബാർ എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ടിനോട് ചേർന്ന് വരുന്ന സമയത്ത് അത് 45 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷിയർ ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിനോട് ചേർന്നിട്ടുള്ള സെക്ഷനിലാണ്, അല്ലേ? അല്ലെങ്കിൽ സപ്പോർട്ടിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രോസ് സെക്ഷനിൽ എത്ര ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും? ടോട്ടൽ 3 ആണുള്ളത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്നാൽ സപ്പോർട്ടിലേക്ക് വരുമ്പം അതിലൊന്ന് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ടെൻഷൻ സോണിൽ അവിടെ 2 റീഇൻഫോഴ്സ്മെൻറ്റേ ഉണ്ടാവുള്ളൂ, അല്ലേ? ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നമ്മളോട് ഈ ഒരു സെക്ഷനിലെ ഡിസൈൻ സ്ട്രെങ്ത് ഷിയറിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ, അല്ലേ? ഡിറ്റർമൈൻ ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ ടെൻഷൻ സോണിൽ 2 ബാസേ ഉണ്ടാവുള്ളൂ 20 mm. കാരണം ഒന്ന് നമ്മൾ സപ്പോർട്ടിലേക്ക് വന്നപ്പം ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടോപ്പിൽ ആങ്കർ ബാർസും ഈ ബെൻഡ് ചെയ്തിട്ടുള്ള 1 ബാറും ഉണ്ടാവും. ഓക്കെ, 20 mm ഒരു ബാറും ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊടുത്തതുണ്ടാവും. ഓക്കെ, അപ്പം ആ ഡീറ്റെയിലും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AST എന്ന് പറയുന്നത് 2 × π × 20² / 4 ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ അറ്റ് ദാറ്റ് പാർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ 2 ബാർ ആയതുകൊണ്ട് 2 × 20 mm ഡയമീറ്റർ ബാർ ആയതുകൊണ്ട് π × 20² / 4 × 2 അതാണ് AST വരിക. ഓക്കെ, അപ്പം ടോപ്പിലേക്ക് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബെൻഡ് അപ്പ് ബാർസ് എന്ത് ചെയ്യുന്നുണ്ട്?
ഷിയറിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ. ബെൻഡപ്പ് ബാസിന് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് അത് ബെൻഡ് ചെയ്തിരിക്കുന്ന ആംഗിളാണ്. ആ ഡീറ്റെയിൽ നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആൽഫ വാല്യൂ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ആൽഫ വാല്യൂ 45 ഡിഗ്രി, ആ ഡീറ്റെയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. FCK ഇവിടെ 20 Nm/mm² ആണ്. FI 415 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എഴുതാം. ഇവിടെ B is equal to 250 mm, D is equal to 400 mm, AST is equal to 2 × pi × 20² divided by 4, that is equal to 628.318 mm². FY is equal to 415 Nm/mm². ഓക്കെ, AST 2 വന്നത് എന്താണെന്നുള്ള ക്ലിയർ ആയോ? ടോട്ടൽ ടെൻഷൻ സോണിൽ 3 റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്നു. സപ്പോർട്ടിലേക്ക് വന്നപ്പോൾ അതിലൊന്ന് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ് 2 ബാർസ് ടെൻഷൻ സോണിൽ വന്നത്. ഓക്കെ, അപ്പോൾ AST കണ്ടുപിടിച്ചപ്പോൾ 2 × pi × 20² divided by 4 ചെയ്തത്. ഓക്കെ, ASV ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ സ്റ്റിറപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിറപ്പ് ലെഗിൻ്റെ ഏരിയ, that is equal to 2 × pi × 8² divided by 4, that is equal to 100.53 mm². SV is equal to 150, spacing of the syrup 150 mm. അതിൽ 1 bar of 20 mm diameter is bent up nearer to the support. അപ്പോൾ അതിൽ ഒരു ബാർ 20 mm ഒരു ബാർ എന്ത് ചെയ്തിട്ടുണ്ട്? ബെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബെൻഡ് ചെയ്തിട്ട് ടെൻഷൻ സോണിൽ നിന്ന് ടോപ്പ് സോണിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫ വാല്യൂ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, അതും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. FCK ഈസ് ഈക്വൽ ടു 20 Nm/mm². ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ഈസ് ഈക്വൽ ടു VC + VUS + V'(US) ഇൻ ഷിയർ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ഷിയർ ആണ്, ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ അല്ലേ. അപ്പോൾ ആ സെക്ഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ സെക്ഷനിൽ എന്തൊക്കെ പോർഷൻസ് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒന്ന്, അവിടെ നോർമലി ഉള്ള കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷനും അതിലടങ്ങിയിരിക്കുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡിസൈൻ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ടോസി വാല്യൂ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഷിയർ ഫോഴ്സ് ആ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അവിടെയുള്ള കോൺക്രീറ്റും അതുപോലെ തന്നെ ടെൻഷൻ സോണിലെ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന്. പിന്നെ രണ്ടാമത് അവിടെ വെർട്ടിക്കൽ സ്റ്റിറപ്പ് ഉണ്ട്. വെർട്ടിക്കൽ സ്റ്റിറപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കോഡിൽ അവൈലബിൾ ആണ്. മൂന്നാമത് അവിടെ ബാറ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ബാറ് ബെൻഡ് ചെയ്തിട്ടുള്ള ആ ബാറും എന്ത് ചെയ്യുന്നുണ്ട്? ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ആ ബെൻഡപ്പ് ബാർസ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കോഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 രീതിയിൽ ഷിയർ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 3 കേസും കൂടി എടുത്തിട്ട് ആ ഓരോ കേസിലും എത്രയാണോ ആ പർട്ടിക്കുലർ കേസിൽ ഈ ഒരു ബീമിന് അല്ലെങ്കിൽ ഈ ബീം സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എന്നുള്ള കണ്ടുപിടിച്ചിട്ട് അത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ഈ കേസിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ഈസ് ഈക്വൽ ടു VC എന്ന് പറഞ്ഞ് എഴുതിയത് ആ കോൺക്രീറ്റ് സെക്ഷൻ, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി അടങ്ങിയിട്ടുള്ള ആ ഒരു കോൺക്രീറ്റ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ VC എന്ന് പറയുന്നത് ഇവിടെ ടോസി BD എന്ന് പറയുന്ന ടേമാണ്. ടോസി എന്ന് പറയുന്ന ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഷിയർ. അപ്പം ടോസി ഇൻറ്റു ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് അവിടെ കിട്ടും. പ്ലസ് VUS എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്റ്റിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ആണ്. പ്ലസ് V'(US) എന്ന് പറയുന്നത് ആ ബെൻഡപ്പ് ബാർസ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ കിട്ടുന്നത്. അപ്പോൾ VC കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? VC ഈസ് ഈക്വൽ ടു ടോസി ഇൻറ്റു BD. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഏത് ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അതിൽ ഏതൊക്കെ രീതിയിൽ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ 3 രീതിയിൽ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്ന്, ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ആ കോൺക്രീറ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വെർട്ടിക്കൽ സ്റ്റിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ബെൻഡപ്പ് ബാർസ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 3നും കൂടി സമ്മാനിക്കും ഡിസൈൻ സ്ട്രെങ്ത് വരും.
ഓക്കെ, അതുപോലെ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ ശ്രദ്ധിക്കണം. ചില കേസിൽ അവിടെ വെർട്ടിക്കൽ സ്റ്റിറപ്പ് മാത്രമേ അഡീഷണലി തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം ആ കോൺക്രീറ്റിൻ്റെ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സും പ്ലസ് ആ വെർട്ടിക്കൽ സ്റ്റിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ആയിരിക്കും. ചില കേസിൽ ഇതുപോലെ ബെൻഡപ്പ് ബാർസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ വെർട്ടിക്കൽ സ്റ്റിറപ്പ്സ് ആയിരിക്കും. വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആണെങ്കിൽ ആ വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ ഇക്വേഷൻ കോഡിലുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നതും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ആദ്യം വി സി എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കണം അല്ലേ. വി സി പ്ലസ് വി യു എസ് പ്ലസ് വി ഡാഷ് യു എസ് എന്നാണ് ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ഷിയർ അല്ലേ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ ഇൻ ഷിയർ. അപ്പം ആദ്യം വി സി എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാം. വി സി ഈസ് ഈക്വൽ ടു ടോസി ഇൻ ടു ബി ഡി ആണ്. അപ്പോൾ ആദ്യം ടോസി കണ്ടുപിടിക്കാം അല്ലേ. അപ്പം നമ്മൾ സ്റ്റെപ്പ് 1 ഷിയർ ഫോഴ്സ് വി സി വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ ദ കോൺക്രീറ്റ് സെക്ഷൻ, അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. വി സി ഷിയർ ഫോഴ്സ് വി സി വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ടോസി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടോസി വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ വേണം. അപ്പോൾ പി ടി വാല്യൂ ഈസ് ഈക്വൽ ടു 100 AST ബൈ ബി ഡി. അപ്പോൾ ഇവിടെ AST എന്ന് പറയുന്നത് 2 ബാറേ ഉള്ളൂ ടെൻഷൻ സോണിൽ, 1 ബാർ ബെൻഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് 3 ബാർ ടോട്ടൽ ഉണ്ടായിരുന്നു ടെൻഷൻ സോണിൽ. എന്നാൽ സപ്പോർട്ടിലേക്ക് വന്ന സമയത്ത്, കാരണം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെൻറ്റർ പോർഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിനോട് ചേർന്നിട്ട് അല്ലേ, അതായത് നമുക്ക് കോഡ് പ്രകാരം ബെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് 2 എണ്ണം അവിടെ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ആ 3 എണ്ണം ആവശ്യമായിട്ടുള്ള സ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ബോട്ടത്തിലുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്തോളും. ഓക്കെ, സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ 0 ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അവിടെ 2 റീഇൻഫോഴ്സ്മെൻറ്റേ ഉള്ളൂ. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റേ നമ്മളിപ്പം ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു സെക്ഷനിലുള്ളൂ. അപ്പം പി ടി ഈസ് ഈക്വൽ ടു 100 AST എന്ന് പറയുമ്പം AST ആ 2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ 628.318 ആണ് നമ്മൾ ഗിവൺ ഡാറ്റ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ബൈ ബി ഇൻ ടു ഡി, ബി 250 ഡി 400. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പെർസെൻറ്റേജ് 0.628% എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ടോസി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ടേബിൾ 19 ആക്കുന്ന. ബൈ ഇൻ്റർപോലേഷൻ നമുക്ക് ഇതുപോലെ വരയ്ക്കാം. അപ്പോൾ 0.50 കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ 0.48 ആണ്. 0.75 കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ 0.56 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അതായത് 0.628% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പം 0.50-ൻ്റെയും 0.75-ൻ്റെയും ഇടയ്ക്കാണ് 0.62 വരുന്നത് എന്നുള്ളത് ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്തു. അപ്പം ടോസി വാല്യൂ 0.62% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.48 + x ആണ്. ഓക്കെ, 0.48 + x. അപ്പോൾ ആ ഫിഗറിൽ ഞാൻ ആ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ എക്സ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ബേസിൻ്റെ ഡിസ്റ്റൻസ്, അതായത് 0.628 - 0.50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 0.56 - 0.48 ഡിവൈഡഡ് ബൈ 0.75 - 0.50 എന്നുള്ളതാണ്. അപ്പം അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 0.04096 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.48 + x, അതായത് 0.04096. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.52 നമുക്ക് കിട്ടും. റൗണ്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആൻസർ 0.52 Nm² എന്ന് പറഞ്ഞാൽ നമുക്ക് ടോസി വാല്യൂ കിട്ടും. ഇനി ആ ടോസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് അല്ലേ, ടോസി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ആയിരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ആക്കി മാറ്റുമ്പോൾ ഷിയർ ഫോഴ്സ് വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ ദ കോൺക്രീറ്റ് സെക്ഷൻ വി സി ഈസ് ഈക്വൽ ടു ടോസി ഇൻറ്റു ബി ഡി. അപ്പോൾ വി സി ഈസ് ഈക്വൽ ടു ടോസിൻ്റെ വാല്യൂ 0.52, ബി 250, ഡി 400. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 52,000 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. വി സി ഈസ് ഈക്വൽ ടു 52,000 ന്യൂട്ടൺ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 ഷിയർ ഫോഴ്സ് വി യു എസ് വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ ദ വെർട്ടിക്കൽ സ്റ്റിറപ്സ്. അപ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്പിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്, അപ്പോൾ വി യു എസ് എന്ന് പറയുന്ന
ടേം വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഡിൽ ആ ഇക്വേഷൻ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ വി യു എസ് ഈസ് ഈക്വൽ ടു 0.8705 ASV ഇൻറ്റു ഡി ഡിവൈഡ് ബൈ എസ് വി. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരമാണ് അവിടെ റെസിസ്റ്റ് ചെയ്യുന്ന ആ സിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ടേംസും നമുക്ക് അവൈലബിൾ ആണ്. FY എന്ന് പറയുന്ന 415 ആയിരുന്നു. ASV എന്ന് പറയുന്നത് ആ സിറപ്പ് ലെഗിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ ആണ്. അപ്പം 8 mm ഡയൻ്റെ 2 ലെഗ്ഡ് സിറപ്പായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ 2 ലെഗിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 100.53 കിട്ടും. ഡി എന്ന് പറയുന്ന 400 ആണ്. ഓക്കെ, SV എന്ന് പറയുന്നത് സ്പേസിങ് ഓഫ് ദ സിറപ്സ് ആണ്. 150 mm നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വി യു എസ് ഈസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 415 ഇൻറ്റു 100.53 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 150. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96790.28 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് വി യു എസിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 96,790.28. അപ്പോൾ നമുക്ക് 2 വാല്യൂസായി അല്ലേ. ആ ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് ഡ്യൂ ടു അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്, അതേപോലെ ഷിയർ റെസിസ്റ്റൻസ് ഡ്യൂ ടു വെർട്ടിക്കൽ സിറപ്സും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത് നമുക്ക് ആ ബെൻഡപ്പ് ബാർ റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂയും കൂടി കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ ഒരു സെക്ഷൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കിട്ടും ഷിയറിൽ. ഓക്കെ, സ്റ്റെപ്പ് 3 ഷിയർ ഫോഴ്സ് V'US വിച്ച് ക്യാൻ ബി റെസിസ്റ്റഡ് ബൈ ദ ബെൻഡപ്പ് ബാർ. അപ്പം ബെൻഡപ്പ് ബാറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിനെ ഞാൻ V'US എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാണ്. കാരണം രണ്ടും വെർട്ടിക്കൽ സിറപ്പ് റെസിസ്റ്റ് ചെയ്യുന്നതും ബെൻഡപ്പ് ബാർ റെസിസ്റ്റ് ചെയ്യുന്നതൊക്കെ VUS എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കോഡിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് V'US എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ബെൻഡ് ചെയ്യുന്ന ബാർ എത്ര എണ്ണം ഉണ്ട്? ഒരു ബാറാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ. 1 bar of 20 mm diameter is bent up nearer to the support. 45 degree ബെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ASV എന്ന് പറയുന്നത്, അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ASV എന്ന് പറയുന്നത് ബെൻഡപ്പ് ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 20 mm ഒരു ബാർ ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് ASV എന്ന് പറയുന്നത് എന്തായിരിക്കും? π × 20² ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ നമുക്ക് 314.159 Nm/mm² കിട്ടും ASV. ആരും വെർട്ടിക്കൽ സിറപ്പിൻ്റെ ASV ഇവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ ബെൻഡ് ചെയ്യുന്ന ആ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ V'US ഈസ് ഈക്വൽ ടു നമുക്ക് കോഡിലുള്ള ഇക്വേഷൻ 0.87FI ASV ഇൻറ്റു സൈൻ ആൽഫ. FI നമുക്കറിയാം, ASV നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി സൈൻ ആൽഫയിൽ ആൽഫ ഉണ്ട് അല്ലേ. ആൽഫ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ തന്നെ എടുത്താൽ മതി, ഇവിടെ അസ്യൂം ചെയ്യേണ്ട. ആൽഫ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ വാല്യൂ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇവിടെ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാം 45 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ 45 ഡിഗ്രി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ V'US ഈസ് ഈക്വൽ ടു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 ഇൻറ്റു 415 ഇൻറ്റു 314.159 ഇൻറ്റു സൈൻ 45. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V'US ഈസ് ഈക്വൽ ടു 80,205.07 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം V'US അതായത് ബെൻഡപ്പ് ബാർസ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് 4 ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ടോട്ടൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂയിലേക്കാണ് ഞാൻ പോകുന്നത്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ ഫൈനൽ ആൻസറിലേക്ക്. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ സെക്ഷൻ ഇൻ ഷിയർ ഈസ് ഈക്വൽ ടു VC + VUS + V'US. അപ്പോൾ VC 52,000 ആയിരുന്നു, പ്ലസ് VUS 96,790.28 പ്ലസ് V'US 80,205.07. ഓക്കെ, ഇതാണ് ടോട്ടൽ ഓരോന്നിനും ഓരോ കേസിലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ന്യൂട്ടണിൽ. ഓക്കെ, ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,28,995.35 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 228.995 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷിയറിൽ 228.995 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, bond and development length. The term bond refers to the adhesion between concrete and steel which resists the slipping of steel bar from the concrete. അപ്പോൾ ഈ ടേം ബോണ്ട് എന്ന് പറയുന്നത് കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ആ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ്.
ഓക്കെ, കോൺക്രീറ്റും സ്റ്റീലും ഒന്നിച്ചാണ് നിൽക്കുന്നത് അല്ലേ. നമ്മളിപ്പം RCC സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റും സ്റ്റീലും കൂടി ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് ആണ് നിൽക്കുന്നത്. ഓക്കെ, അതിനെ ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിനാണ് നമുക്ക് ബോണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റും സ്റ്റീലും അതായത് ഒറ്റ മെറ്റീരിയലായി മാറി, രണ്ട് മെറ്റീരിയലാണെങ്കിലും അത് രണ്ടും ഒട്ടിച്ചേർന്നിട്ട് ഒറ്റ മെറ്റീരിയലായി മാറി, അതിന് പറയുന്ന പേരാണ്, ആ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിന് പറയുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് തമ്മിലുള്ള ബോണ്ട്. ഓക്കെ, വിച്ച് റെസിസ്റ്റ് ദ സ്ലിപ്പിംഗ് ഓഫ് സ്റ്റീൽ ബാർ ഫ്രം ദ കോൺക്രീറ്റ്. അപ്പോൾ ആ ബോണ്ട് അവിടെ ഉള്ളത് കൊണ്ട്, അത് രണ്ടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത് സ്ലിപ്പായി പോകുന്നില്ല. ഓക്കെ, ആ ബോണ്ട് എന്താ ചെയ്യുന്നത്, സ്റ്റീൽ ബാർ അതായത് ലോഡ് വരുന്ന സമയത്ത് ഈ സ്റ്റീൽ ബാർ ഈ കോൺക്രീറ്റിൽ നിന്ന് സ്ലിപ്പായി പോകുന്നതിന് അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിച്ചൊറ്റ മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിട്ടുള്ള RCC എന്ന് പറയുന്ന ഒരു മെറ്റീരിയലായിട്ട് അത് മാറിയിട്ടാണുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്, ഈ കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ആ ബോണ്ടിങ് പ്രോപ്പർട്ടി കൊണ്ടാണ്. ഓക്കെ, it is this bond which is responsible for transfer of stresses from steel to concrete and thereby providing composite action of steel and concrete in RCC. അപ്പോൾ ഈ ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം ഈ കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെസ്സിനെ സ്റ്റീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഒറ്റ ഒരു മെറ്റീരിയലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രെസ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീലിൽ നിന്ന് കോൺക്രീറ്റിലേക്കും കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീലിലേക്കും ആ സ്ട്രെസ് ട്രാൻസ്ഫർ നടക്കുന്ന ഇത് രണ്ടും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ദെയർബൈ പ്രൊവൈഡിങ് കോമ്പോസിറ്റ് ആക്ഷൻ ഓഫ് ദ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഇൻ RCC. ഓക്കെ, ഈ ബോണ്ടിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഒറ്റ മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുന്നതും ഇത് തമ്മിൽ ആ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടും ഒന്നിച്ച് നിൽക്കുമ്പോൾ കോൺക്രീറ്റും അതുപോലെ തന്നെ ഈ സ്റ്റീലും നല്ല രീതിയിൽ ബോണ്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു കോമ്പോസിറ്റ് മെറ്റീരിയലായിട്ട് മാറി. RCC എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെപ്പറേറ്റ് മെറ്റീരിയൽ ഒരൊറ്റ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. The bond develops due to setting of concrete on drying which results in gripping of the steel bars. അപ്പം ഈ ബോണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ബോണ്ട് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ഈ കോൺക്രീറ്റ് സെറ്റാവും അല്ലേ. കോൺക്രീറ്റ് സെറ്റാകുമ്പം സെറ്റായിട്ട് അത് ഡ്രൈ ആയിട്ട് ഓക്കെ ഇതെന്ത് ചെയ്യും, ഈ കോൺക്രീറ്റ് ഈ സ്റ്റീലിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ അതിനെ ഗ്രിപ്പ് ചെയ്ത് നിർത്തും. ഓക്കെ, അപ്പം ആ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആ കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ആ ഗ്രിപ്പിംഗ് വരുന്നതുകൊണ്ടാണ്. ആ ഗ്രിപ്പിംഗ് വരുന്നത് എങ്ങനെയാണ്, ഈ കോൺക്രീറ്റ് സെറ്റായിട്ട് ഡ്രൈ ആകുമ്പം നല്ല രീതിയിൽ ഹാർഡാവും അല്ലേ. അപ്പോൾ ആ ഹാർഡായിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് എന്ത് ചെയ്യും, സ്റ്റീലിനെ നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോണ്ടിങ് ഇവിടെ വരുന്നത് ഈ RCC സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ. ഓക്കെ, ദ ബോണ്ട് റെസിസ്റ്റൻസ് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഫോളോയിങ് മെക്കാനിസംസ്. അപ്പം ഈ കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീലും ഒന്നിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ ബോണ്ടിങ് പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, രണ്ട് മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ആ കൊടുക്കുന്ന ഫോഴ്സിനെ അത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ബോണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഈ RCCയിൽ അല്ലെങ്കിൽ ഈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൽ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് റീസൺ കെമിക്കൽ അദർഷനാണ്. അപ്പം ഒരു പശ പോലെ, അതായത് കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സിമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒട്ടി നിൽക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അപ്പം ഇറ്റ് ഈസ് ഡ്യൂ ടു ഗം ലൈക്ക് പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസസ് ഫോംഡ് ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ദ കോൺക്രീറ്റ്. അപ്പം കോൺക്രീറ്റ് അതിൽ നടക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഒരു പശ പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതായത് ഒട്ടിച്ച് നിർത്തും. അതായത് ഈ കോൺക്രീറ്റിനെയും ഈ സ്റ്റീലിനെയും കൂടി ഒട്ടിച്ച് നിർത്തുന്ന ഒരു പ്രോപ്പർട്ടി സിമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗം ലൈക്ക് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോണ്ട് റെസിസ്റ്റൻസ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ ആ ഒരു പ്രോപ്പർട്ടി ഇതിലേക്ക് വരുന്നത് ഇതിൻ്റെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ മുഖേനയാണ് കോൺക്രീറ്റിൽ നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ റീസൺ. രണ്ടാമത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. അപ്പോൾ സ്റ്റീലും കോൺക്രീറ്റും ഒന്നായി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിൽ ഫ്രിക്ഷൻ്റെ കേസിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസ് ഒരു സർഫസിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം ആ ഒരു സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കോൺക്രീറ്റും സ്റ്റീലും കൂടി ഇപ്പോൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ വലിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സർഫസസ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അവിടെ ഈ ബോണ്ട് റെസിസ്റ്റൻസിന് ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, മൂന്നാമത് ഗ്രിപ്പിംഗ് ആക്ഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഗ്രിപ്പിംഗ് ഓഫ് സ്റ്റീൽ ബൈ ദ കോൺക്രീറ്റ് ഓൺ ഡ്രൈയിങ്. അപ്പം കോൺക്രീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ആയതിനു ശേഷം അല്ലെങ്കിൽ സെറ്റായി അത് ഡ്രൈ ആയതിനു ശേഷം ഈ സ്റ്റീലിനെ നല്ല
ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റീസൺ കൊണ്ടും ബോണ്ട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, മെക്കാനിക്കൽ ഇൻ്റർലോക്ക്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ കൊറുഗേഷൻസ് ഓർ റിബ്സ് പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഡിഫോംഡ് ബാസ്. ഇപ്പോൾ ഡിഫോംഡ് ബാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡിഫോംഡ് ബാസിൻ്റെ അകത്തുള്ള കൊറുഗേഷൻസ് അല്ലെങ്കിൽ റിബ്സ്, അതായത് ഇപ്പം പ്ലെയിൻ ആയിട്ടായിരിക്കില്ല ഡിഫോംഡ് ബാസ് ഉണ്ടാവും അല്ലേ, അതിൽ കൊറുഗേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൊറുഗേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ പോർഷൻസിൻ്റെ അകത്തേക്ക് ഈ കോൺക്രീറ്റ് ഇറങ്ങി നിൽക്കുമ്പോൾ കൂടുതൽ ബോണ്ട് റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 4 റീസൺസ് ആണ്. ഒന്ന് കെമിക്കൽ അദഷൻ, അതായത് ഈ കോൺക്രീറ്റിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ സിമെൻറ്റ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു കോൺക്രീറ്റ് ആ സിമെൻറ്റ് എന്ത് ചെയ്യും, ഇതിനെ ഒരു ഗം ലൈക്ക് ഒരു പ്രോപ്പർട്ടി കോൺക്രീറ്റ് സിമെൻറ്റിനുണ്ട് അല്ലേ. ആ സിമെൻറ്റ് എന്ത് ചെയ്യും, അതിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് ഒന്നിച്ച് ഈ സ്റ്റീലിനെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗം ലൈക്ക് പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ട് കെമിക്കൽ റിയാക്ഷൻ മുഖേന. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോണ്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഈ 2 മെറ്റീരിയൽ സ്റ്റീലും കോൺക്രീറ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ സർഫസസ് തമ്മിൽ ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് അത്ര ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു നോർമലി ഒരു സർഫസിൻ്റെ മേലെ ഒരു സാധനം വെച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈ ബോണ്ട് റെസിസ്റ്റൻസിന് കാരണമാവുന്നുണ്ട്. മൂന്നാമത് ഗ്രിപ്പിംഗ് ആക്ഷൻ പറഞ്ഞു. ഇത് സിമെൻറ്റ് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് സെറ്റായി ഹാർഡായതിനു ശേഷം അല്ലേ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഗ്രിപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റീലിനെ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ബോണ്ട് റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നുണ്ട്. നാലാമതായിട്ട് മെക്കാനിക്കൽ ഇൻ്റർലോക്ക്. ഈ മെക്കാനിക്കൽ ഇൻ്റർലോക്ക് എന്ന് പറയുന്ന ഈ ഒരു മെക്കാനിസം വരുന്നത് ഇപ്പോൾ HYSD ബാസിലാണ് അല്ലേ. HYSD ബാസിൽ എന്തുണ്ട്, കൊറുഗേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൊറുഗേഷൻസിലേക്ക് കോൺക്രീറ്റ് ഇറങ്ങി നിന്നിട്ട് ഒരു മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി അവിടെ വരുന്നുണ്ട്. ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി, അതായത് ഈ കൊറുഗേഷൻസിലേക്ക് കോൺക്രീറ്റ് ഇറങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വരില്ല. ഈ ഒരു ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി ഒരു അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ബോണ്ട് ഈസ് അസ്യൂം ടു ബി പെർഫെക്റ്റ് ഇൻ ദ ഡിസൈൻ ഓഫ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഈ ബോണ്ട് പെർഫെക്റ്റ് ആണ്, അതായത് രണ്ടും ഒറ്റ മെറ്റീരിയലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റഡ് ആവില്ല എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ് സംഭവിച്ചിട്ടുണ്ട്, അതായത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആ ബോണ്ടിങ്ങിൽ സ്ട്രെങ്ത്, ആ ബോണ്ട് റെസിസ്റ്റൻസ് കുറവല്ല എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യില്ല. നമ്മൾ പ്രോപ്പർ ബോണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ബോണ്ടിങ് പ്രോപ്പറാന്നുള്ള രീതിയിലാണ് നമ്മൾ RCC ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ ബോണ്ട് ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്സ്. അപ്പോൾ ഈ ബോണ്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ബോണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യൂസിങ് ഡിഫോംഡ് ഓർ ട്വിസ്റ്റഡ് ബാർ. അപ്പം പ്ലെയിൻ ബാസ് യൂസ് ചെയ്യുന്നതിന് പകരം ഡിഫോംഡ് ബാസ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ബാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് പ്രോപ്പർട്ടി നമുക്കവിടെ കിട്ടും അല്ലേ. അപ്പം കൂടുതൽ ബോണ്ട് റെസിസ്റ്റൻസ് നമുക്കവിടെ ലഭിക്കും. അപ്പോൾ അത്ര ഈസി ആയിട്ട് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റഡ് ആവില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ ആ ബോണ്ട് നിന്നോളും. ഓക്കെ, രണ്ടാമതായിട്ട് യൂസിങ് റിച്ച് മിക്സ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ റിച്ച് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ M20 കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 ആണ്. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ ആ റേഷ്യോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5:3 എന്ന് പറയുമ്പോൾ 1.5 + 3 4.5 വരുന്നുണ്ട്. ആ 4.5-ന് കറസ്പോണ്ടിങ് ആയിട്ട് അഗ്രിഗേറ്റിൻ്റെ റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റേഷ്യോ 1 സിമെൻ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പോൾ M25 നോക്കുകയാണെങ്കിൽ 1:1:2 ആണ്. ഓക്കെ, 1:1:2 എന്ന് പറയുമ്പോൾ അവിടെ അഗ്രിഗേറ്റിൻ്റെ റേഷ്യോ ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ എത്രയാണ് വരുന്നത്, 1+2 ആണ്. 1:1:2 എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് 1+2 ആണ് വരുന്നത്, ടോട്ടൽ 3 ആണ് വരുന്നത്. അതിൽ ഒരു സിമെൻറ്റാണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1:1.5:3 നോക്കുമ്പോൾ ടോട്ടൽ 5.5 വരുന്നുണ്ട് പാർട്സ് അല്ലേ. ടോട്ടൽ 5.5 വരുന്നുണ്ട്. അതിൽ 5.5-ൽ 1 സിമെൻറ്റ് വരുന്നത്. അതേപോലെ M25 നോക്കുകയാണെങ്കിൽ 1:1:2 എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 പാർട്സ് വരുന്നുണ്ട്. അതിൽ 1 സിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഏതിലാണ് സിമെൻറ്റ് കൂടുതലുള്ളത്, M25-ലാണ് അല്ലേ. അപ്പം കൂടുതൽ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് വരുന്ന മിക്സ് യൂസ് ചെയ്യുമ്പം അവിടെ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് അഡ്വക്കേറ്റ് കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ് ഫോർ പ്രോപ്പർ സെറ്റിംഗ്. അതായത് പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ ക്യൂറിങ്, അതായത് ഇപ്പോൾ എത്ര ദിവസമാണോ ചെയ്യേണ്ടത് 28 ഡേയ്സ് നോർമലി നമ്മൾ ചെയ്യും. നോർമലി സ്റ്റാൻഡേർഡ് കേസിൽ 28 ഡേയ്സ് ആണ്. അപ്പം പ്രോപ്പറായിട്ടുള്ള ആ ക്യൂറിങ്ങും കോമ്പാക്ഷനും
ചെയ്യാന്നുള്ളതാണ്. ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ് അത്രമാത്രം ഉണ്ടാവില്ല. അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. നാലാമത് പ്രൊവൈഡിങ് ഹൂക്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ റീഇൻഫോഴ്സിങ് ബാർസ്. നാലാമത്തത് ഹൂക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇടാതെ ആ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലെയിൻ ആയിട്ട് ആ കോൺക്രീറ്റിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാതെ എൻഡിലേക്ക് ഹൂക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ട് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. പ്ലെയിൻ ആയിട്ട് ഇടുന്നതിലും വളച്ചു കൊടുക്കുമ്പോൾ നമ്മളത് ഫോഴ്സ് വലിക്കുകയോ അല്ലെങ്കിൽ പുഷ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടിയും കൂടുതൽ റെസിസ്റ്റൻസ് നമ്മൾ അത് ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 4 റീസൺസാണ്, 4 കാര്യങ്ങളാണ് സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. ഒന്ന്, ഡീഫോംഡ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ബാർസ് യൂസ് ചെയ്യുക. രണ്ടാമത്തത് റിച്ച് മിക്സ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ബോണ്ട് കൂടും. അതായത് സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള മിക്സസ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കോമ്പാക്ഷനും അതുപോലെ തന്നെ ക്യൂറിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യണം. ഓക്കെ. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യും. നാലാമത്തത് ഹൂക്ക് പ്രൊവൈഡ് ചെയ്യുക. എൻഡിലേക്ക് വരുമ്പോൾ ഹൂക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ടിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.